ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും AK വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വൈകുന്നേരങ്ങളിൽ കുഞ്ഞു മക്കൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ലാത്ത ഒരു റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. പക്ഷേ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ ഒരു മണി പോലും ബാക്കി വെക്കാണ്ട് കഴിക്കുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഞാനിത് വീട്ടിലുണ്ടാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലുള്ള മക്കൾക്ക് ഇത് ഇഷ്ടമല്ലാത്തൊരു സാധനമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന രീതി ഒന്ന് മാറ്റി നോക്കി. അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതെൻ്റെ മുത്തുമണികൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, നമ്മുടെ തരി കൊണ്ടുള്ള ഉപ്മാവാണേ. ഉപ്മാവ് നമുക്ക് പൊതുവേ ആർക്കും വലിയ താല്പര്യമില്ലാത്തൊരു സംഭവമാണല്ലേ. പക്ഷേ നിങ്ങളിതൊന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. ഇതിൽ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം നിങ്ങൾ അധികമായിട്ട് ചേർത്ത് നോക്കൂ. ഇത് വളരെ ടേസ്റ്റി ആയിരിക്കും. കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഇത് നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ കടുക് ഇട്ടു. പിന്നെ പ്രോട്ടീന് വേണ്ടിയിട്ട് നമ്മൾ ഉഴുന്നുപരിപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രോട്ടീൻ റിച്ച് ആണ് ഉഴുന്നുപരിപ്പ് അല്ലേ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കറിവേപ്പില, ഉള്ളി, പിന്നെ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ്, ഗ്രീൻ പീസ്, മറ്റേ ഗ്രീൻ പീസ് ഇല്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. പ്രോട്ടീൻ റിച്ചാണ് ഗ്രീൻ പീസൊക്കെ. അപ്പോൾ അതൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർക്കാണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. വൈകുന്നേരം അധികം ആരും കഴിക്കൂല. എങ്കിൽ കൂടി ഞാൻ അത്യാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ തേങ്ങ ചിരകിയതാണ് കേട്ടോ. അധികം ആരും തരി ഉപ്മാവിൽ തേങ്ങ ചിരകി ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ പശു നെയ്യും തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഉപ്മാവ് ആരും ഒരു കറിയോ അല്ലെങ്കിൽ പഴമോ ഒന്നും ഇല്ലാണ്ട് തന്നെ കഴിച്ച് പിന്നെയും വേണമെന്ന് പറയും. അത്രയും ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. വൈകുന്നേരം വരുമ്പോൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഈവനിങ്ങിൽ നമ്മൾ കൊടുക്കേണ്ടതാണല്ലേ. അപ്പോൾ ആ സമയത്തെല്ലാം കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. ചെറിയ കുട്ടികളെപ്പോഴും ഉപ്മാവൊക്കെ കഴിക്കാൻ മടിയുള്ളവരാണ്. എൻ്റെ ആദ്യക്ക് തീരെ ഇഷ്ടമുള്ള ഉപ്മാവൊന്നും. പക്ഷെ ഞാനിങ്ങനെ ആക്കി കൊടുത്തരം ആദ്യം വലിയ ഡിമാൻഡ് കാണിച്ചെങ്കിലും പിന്നെ അത് കഴിച്ചു കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് ചെറിയ തീയിലൊന്ന് മൂടി വെച്ച് വേവിച്ചാൽ നമ്മുടെ ഉപ്മാവ് റെഡി. അത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് ഉപ്മാവല്ലേ. ഉണ്ടാക്കാനും സിമ്പിളാണ്. ഇത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ്. അതേപോലെ ഇതിൽ ഉഴുന്നുപരിപ്പ്, ക്യാരറ്റ്, അതേപോലെ പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടാക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. കണ്ടോ, ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ടേസ്റ്റി ആയിരിക്കും എന്ന് കാണുമ്പോൾ തോന്നുന്നില്ലേ. അതേപോലെ തന്നെ ഇത് വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ എന്താണ്, ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് ഇടുകയും വേണം. നിങ്ങൾ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ സത്യസന്ധമാണോ എന്നുള്ളത് ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് കമൻ്റ് ഇടാൻ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യാൻ മറക്കരുത്. കൂടെ എല്ലാവർക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.